അപ്പോൾ ഇന്ന് നമുക്ക് അടിപൊളി ഒരു പയർ തോരൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഞാനത് കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്, കറിവേപ്പില, പയർ ഞാൻ നന്നായിട്ടൊന്ന് നൈസാക്കി അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പിലയും തേങ്ങയൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരല്പം ജീരകം, ഒരു ടേസ്റ്റിന് വേണ്ടി ജീരകം ഞാൻ ആ തേങ്ങയിൽ ചേർക്കുകയാണ്. ഇനി കുറച്ച് മുളക് പൊടിയും കൂടെയൊക്കെ നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഇത് നമുക്കിവിടെ വച്ചിട്ട് നമുക്ക് തേങ്ങ നൈസായിട്ടൊന്ന് ചതയ്ക്കാനായിട്ട്. തേങ്ങ ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. തേങ്ങ ഒരുപാടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കണക്ക് നല്ല ടേസ്റ്റാണ്, പക്ഷേ തേങ്ങ അങ്ങനെ യൂസ് ചെയ്യാൻ അതിൻ്റെ കാര്യമില്ല, കാരണം എണ്ണ കൂടുതലുള്ളതാണ്. അപ്പോൾ നമുക്ക് തേങ്ങ യൂസിങ്ങൊക്കെ കുറയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ നമുക്കിതൊന്ന് അരച്ചെടുക്കാം, ഒന്ന് ചതച്ചെടുക്കാം. ചതച്ച് ഞാൻ കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടുണ്ട്, കുറച്ച് മുളക് പൊടിയും കൂടെയൊക്കെ. മുളക് പൊടി ചെറിയൊരു ടേസ്റ്റ്, എരിവ് ഉണ്ടെങ്കിലേ ടേസ്റ്റുള്ളൂ. അപ്പം മുളക് പൊടിയും കൂടെയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ്, നമ്മൾ തോരനിൽ ഉപ്പിടും എങ്കിലും തേങ്ങയുടെ കൂടെ കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി നമ്മൾ ഇച്ചിരി കടുക് ഇറക്കാനായിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പം കടുക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, നല്ല പ്യൂർ വെളിച്ചെണ്ണയാണ്, കാരണം ഞങ്ങൾ ആട്ടിയ വെളിച്ചെണ്ണയാണ്. അപ്പോൾ കുറച്ച് മതി വെളിച്ചെണ്ണ എടുത്തിട്ട് അതൊന്ന് ചൂടാക്കി എണ്ണ ഒന്ന് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ എണ്ണ ചൂടാക്കിയ ശേഷം ഒന്ന് ചൂടായി വേണ്ട പത വന്നു. അപ്പോൾ നമുക്കിനി കടുക് പൊട്ടിക്കാനായിട്ട് കുറച്ച് കടുകിടാം. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ജീരകം ചേർക്കുന്ന ടേസ്റ്റാണ്. ജീരകം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ ജീരകം കൂടെ കുറച്ച് ആഡ് ചെയ്തേക്കാം. പിന്നെ 2 മുളക്, വറ്റൽ മുളക്. മുളക് കടുക് ഇറക്കുന്ന അറിയാമല്ലോ, എല്ലാവർക്കും പ്രാധാന്യമുള്ളത് തന്നെയാണ് കടുക്. വറ്റൽ മുളക് കൂടെ നല്ല ടേസ്റ്റോടെ നമുക്ക് കിട്ടും. പിന്നെ കറിവേപ്പില ചേർക്കുന്നവർക്ക് ചേർക്കാം, ഞാൻ തോരൻ്റെ കൂടെ കറിവേപ്പില ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് പൊട്ടുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് പൊട്ടി എണ്ണ, അത് മുളക് നല്ല കളറൊക്കെ ഒന്ന് വ്യത്യാസം വന്നു തുടങ്ങി. കടുക് പൊട്ടി വരുന്നേ ഉള്ളൂ. കടുക് വന്ന് പൊട്ടി റെഡിയായി. അതുപോലെ ആ മുളകിൻ്റെ കളർ വ്യത്യാസം കൂടെ നമുക്കൊന്ന് ക്ലിയർ ചെയ്യണം. ആ ജീരകം ഒന്ന് നല്ല ചുമപ്പ് കളറാവണമെങ്കിൽ ആ ജീരകം കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ നന്നായിട്ടൊക്കെ പൊട്ടി തുടങ്ങി. മുളകിൻ്റെ കളറുമൊക്കെ ഒന്ന് മാറി തുടങ്ങി. നന്നായിട്ട് പൊട്ടുന്നുണ്ട്. ജീരകത്തിൻ്റെ കളറും വ്യത്യാസം വന്നിട്ടുണ്ട്. ജീരകത്തിൻ്റെ കളർ വ്യത്യാസം എന്ന് പറയുന്നത് ജീരകം പൊട്ടും. ഇനി നമുക്കിത് ഇതിൽ അരിഞ്ഞ് വെച്ചേക്കുന്നത് ഇതിലിട്ട് നന്നായിട്ട് പയർ കുറച്ചുകൂടി ചെറുതാക്കാറുണ്ട്, ഞാനിതിൽ സ്പീഡിൽ അരിഞ്ഞാണ്. നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കും, കാരണം ഈ കടുകിൻ്റെ ഇതും എണ്ണയുടെ അംശം എല്ലാം കൂടെ എല്ലായിടത്തും എത്താൻ വേണ്ടി ഒന്ന് ഇളക്കി ചേർക്കണം. നന്നായിട്ട് ഒന്ന് വഴറ്റുന്നതിന് തുല്യം പോലെ തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന ഒരു തോരൻ കൂടെയാണ്. ഇതിന് ഭയങ്കര വേവൊന്നുമുള്ളതല്ല. നമ്മുടെ ഇതിന് വെള്ളം കുടിപ്പോയാൽ സംഗതി പ്രശ്നമാകും. നല്ല നാടൻ പയറാണ്. അപ്പോൾ ഇവിടെ തന്നെ റെഡിയാക്കി എടുത്ത പയർ തന്നെയാണ്. കുറച്ച് മുളക് പൊടി ചേർക്കാം, കാരണം നേരത്തെ പറഞ്ഞത് കുറച്ച് എരിവ് വേണം. എരിവുണ്ടെങ്കിൽ ഏത് കറിക്കും ഒരു ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുള്ളൂ. അല്ലെങ്കിൽ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ഊണ് കഴിക്കുമ്പോഴത്തേക്ക് എരിവ് ഉണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ കുറച്ച് എരിവും കൂടെ ഞാൻ മുളക് പൊടി, എരിവിന് വേണ്ടി മുളക് പൊടി കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി ചേർക്കാം. ഇനി നമുക്കൊരു ചെറിയ രീതിയിൽ ഒന്ന് വെള്ളം കുടയണം, കാരണം പയർ ഒന്ന് വേവാനായിട്ട് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട. പയർ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കണ്ട. ഒന്ന് കൈവെള്ളം കുടയുന്ന എന്ന് പറയുന്ന ഒരവസ്ഥയിൽ കുറച്ച് വെള്ളം നമുക്ക് കുടയാം. എങ്കിലും ഒന്ന് ഇളക്കി ചേർക്കാം, കാരണം ഈ മുളക് പൊടിയും ഉപ്പും എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടി നമുക്കൊന്ന് ഇളക്കി ചേർത്ത ശേഷം കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം ഞാൻ ഒഴിക്കുന്നില്ല, ശ്രദ്ധിച്ചറിയാം. കുറച്ച് വെള്ളം മാത്രം. മുങ്ങിക്കിടക്കുന്ന ലെവലിലേക്കൊക്കെ ആണെങ്കിൽ കുഴഞ്ഞു പോകും. മാത്രമല്ല പയർ അടച്ച് തന്നെ വേവിക്കണം. പയറിൻ്റെ ടേസ്റ്റ് അത് ഇറങ്ങുകയും വേണം. കുറച്ച് ഉപ്പ്, കാരണം നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്തായിരുന്നു തേങ്ങയിൽ. ഇനി നമുക്ക് ഇതിനും കൂടെ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കാം. ഒന്ന് ഇളക്കി സൈസാക്കി വെച്ച ശേഷം അടച്ച് വയ്ക്കണം. അടച്ച് വെച്ചിട്ട് അതിൻ്റെ ആവിയും കൂടെ പിടിച്ച് ആ ടേസ്റ്റും കൂടെ ഇതിലേക്ക് വരണം. അടച്ച് വെച്ച് തന്നെ പയർ വേവിക്കണം എപ്പോഴും, എങ്കിലേ പയറിൻ്റെ ഗുണം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഓപ്പൺ ചെയ്ത് നമുക്ക് വേവിക്കാൻ പറ്റും, പക്ഷെ അങ്ങനെ വേവിച്ചാൽ വേവും ചെയ്യും ഒക്കെ ശരിയാണ്, പക്ഷേ പെട്ടെന്ന് വെള്ളം പറ്റി ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അടച്ചു വെച്ച് വേവിക്കുമ്പം ആ നീരാവി ഇറങ്ങി അത് വെന്തുകൊണ്ടിരിക്കും, നല്ല രീതിയിൽ അത് ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ വേവുന്നത്. അപ്പോൾ നമുക്ക് അടച്ചു വെച്ച് ഇനി ഒന്ന് ഓപ്പൺ ചെയ്തൊന്ന് ഇളക്കാം. തിളയ്ക്കുന്നുണ്ട്, നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി ഒന്ന് ഇളക്കാം, നന്നായിട്ടൊന്ന് ഇളക്കി. കുറച്ചുകൂടെ വെള്ളമുണ്ട്, വെന്ത് ഏതാണ്ടൊക്കെ, എങ്കിലും ആ വെള്ളം കൂടെ ഒന്ന് വറ്റണം. ഒരുപാട് വെള്ളം ഞാൻ ചേർത്തിട്ടില്ല, എങ്കിലും ആ വെള്ളം ഒന്ന് വറ്റണം. നല്ല തീ ഞാൻ ഇട്ടില്ല, കാരണം ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യതകളുണ്ട്, വേവിൻ്റെ വ്യത്യാസവും വരും.
വെള്ളം പെട്ടെന്ന് വെള്ളം പെട്ടെന്ന് വറ്റിപ്പോയാൽ കരിഞ്ഞു പോകും, പയർ വേഗത്തില്ല. അപ്പോൾ കുറച്ച് മാത്രം തീ ഇട്ടിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാനിത് അതെ വീണ്ടും ഞാൻ ഓപ്പണാക്കി. അറിയണമല്ലോ, ഒരുവിധം കൂടെയൊക്കെ ഏതാണ്ട് വെള്ളം വറ്റി. കുറച്ച് ഇനിയപ്പോൾ തേങ്ങ ഇടുകയാണ്. തേങ്ങ ഇട്ടിട്ട് ഇളക്കാം. തേങ്ങയുടെ പച്ച മണം മാറാനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് വീണ്ടും ഒന്നൊന്ന് അടച്ച് വയ്ക്കണം. അപ്പോൾ നന്നായിട്ടുള്ള അതായത് തേങ്ങയൊക്കെ നല്ല ചുമന്നിരിക്കുന്ന ലെവലിലേക്കാണ് ഞാൻ അരച്ചേക്കുന്നത്. വെള്ളം വറ്റി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി ചേർക്കാം. നല്ല ടേസ്റ്റായിരിക്കും ഈ പയർ തോരൻ. കാരണം നല്ല മണമൊക്കെ വരുന്നുണ്ട് ആ തേങ്ങയുടെയും അത് പയറിൻ്റെയൊക്കെ വെന്തൊരു മണം, സ്പെഷ്യൽ മണമാണ്. അതൊരു ടേസ്റ്റ് ഞാൻ വെച്ചാകുമ്പോഴത്തേക്കും പയർ തോരനൊക്കെ നല്ല നാടൻ പയറാണ്. അപ്പോൾ ഈ കുറച്ച് വെള്ളം ഒന്നൊന്ന് വലിയാനുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് മിക്സ് ശേഷം ഒന്ന് അടച്ച് വയ്ക്കാം. കാരണം നേരത്തെ പറഞ്ഞാൽ തേങ്ങയുടെ ഒരു മണം മാറാനായിട്ട് അടച്ച് വയ്ക്കും. തേങ്ങയുടെ ഒരു പച്ചപ്പ് മാറാം. വീണ്ടും ഓപ്പൺ ചെയ്ത് ഒന്ന് നന്നായിട്ട് ഇളക്കാം. ഞാൻ പറഞ്ഞില്ലേ, നല്ല കാരണം വേവും ചെയ്ത് നല്ല ടേസ്റ്റും കൊണ്ട് നല്ല മണം വരുന്നുണ്ട്. ആവി അടിക്കുമ്പോഴത്തേക്കും ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ഏറ്റവും നല്ല ഗുണമുള്ള, നമ്മൾ ഗുണമില്ലാത്ത പലതും കഴിക്കാറുണ്ടെങ്കിൽ നല്ല ടേസ്റ്റോടെ നമുക്ക് കഴിക്കാൻ പറ്റിയൊരു തോരനാണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ലൈക്ക് ചെയ്യുക, ഒപ്പം കമൻറ്റ് ചെയ്യുക.